ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കാമെന്ന് കരുതുന്നു. ഒത്തിരി ദിവസമായാലും നമ്മളിപ്പോൾ കണ്ടിട്ട് ഒരു 3 ദിവസമായല്ലേ വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല കേട്ടോ. പാത്തുവിന് യൂറിനറി ഇൻഫെക്ഷനൊക്കെ ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പറ്റിയില്ലായിരുന്നു. കൊച്ചിനും വയ്യാതിരിക്കുന്നുണ്ട്, മനസ്സിന് അത്രയ്ക്കൊന്നും നല്ല സുഖമില്ല കേട്ടോ. അതുകൊണ്ടാണ് ടീച്ചർ പറയുന്നത് പോലെ മനസ്സ് വേദനയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാതിരുന്നത്. പിന്നെ ഷോർട്ടൊക്കെ ഇട്ടിട്ട് അങ്ങ് തട്ടിമുട്ടിയൊക്കെ അങ്ങ് പോയി, അത്രയേ ഉള്ളായിരുന്നേ. അപ്പോൾ ഇന്നാണ് വീഡിയോ എടുത്തത്. ഇന്ന് രാവിലെ ഇങ്ങനെ തട്ടിക്കൂട്ടി എടുത്തു, അതായത് പെട്ടെന്ന് എടുത്ത് ഇന്നും വീഡിയോ ഇടണ്ട എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ അങ്ങ് എടുത്തു. രാവിലെ എന്തായാലും ജോലി ചെയ്യുമല്ലോ, അപ്പോൾ അതിൻ്റെ വീഡിയോ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ, നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ കണ്ട് തീർന്നിട്ട് വേണം ലൈക്ക് ചെയ്യാനായിട്ട്. പിന്നെ വെറുതെ ലൈക്ക് അടിച്ചിട്ടങ്ങ് പോകരുത് കേട്ടോ, സ്കിപ്പ് ചെയ്യാതെ കാണുകയും വേണം. പിന്നെയുള്ള സന്തോഷം, നമ്മൾ 5000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. നമ്മൾ ഇത്രയും കൊണ്ട് എത്തിച്ചല്ലോ, അപ്പോൾ അതിനൊരുപാട് സന്തോഷമുണ്ട് കേട്ടോ. മുന്നോട്ട് ഇതുപോലുള്ള സപ്പോർട്ട്, നിങ്ങൾ എന്താണോ ഇതുവരെയും നമ്മളെ സപ്പോർട്ട് ചെയ്തത് അതുപോലെ തന്നെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ. രാവിലെ ധൃതി വെച്ച് ദോശയൊക്കെ ചുട്ടുകൊണ്ട് നിൽക്കുകയാണ്. മഴയാട്ടോ. ഇന്നലെ പകലൊരു 10-11 മണി വരെയൊക്കെ നല്ല വെയിലായിരുന്നു കേട്ടോ. മഴയില്ല, 2 ദിവസം കൊണ്ട് ഇവിടെ മഴയൊന്നുമില്ല. വല്ലപ്പോഴും ഒന്നിങ്ങനെ ചാറിയാലായി, അത്രയേ ഉള്ളൂ. പക്ഷേ ഇന്നലെ 11 മണിക്ക് ശേഷം ഭയങ്കര മഴയും കാറ്റും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ തുണികളൊക്കെ ഇന്നലെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ട് എനിക്ക് ഈ നിമിഷം വരെ ഞാൻ കഴുകിയിട്ടില്ല. ഇതിപ്പം എന്തോന്നറിയാവോ, ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കും, ആ ഭാഗം പെട്ടെന്ന് എടുത്തിട്ട് എഡിറ്റിങ്ങിലിടും, എഡിറ്റ് ചെയ്യും, സൗണ്ട് കൊടുക്കും, അങ്ങനെ കേട്ടോ. കുറേശ്ശെയായിട്ട് സൗണ്ട് വെട്ടിക്കളഞ്ഞിട്ട് സൗണ്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം മഴയൊക്കെ ആണെങ്കിൽ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് വീഡിയോ എടുക്കുന്നതിനനുസരിച്ച് എഡിറ്റും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ രാവിലെ ദോശയാണ് കേട്ടോ കാപ്പി. പിന്നെ കുറച്ച് ചേന കിട്ടിയിട്ടുണ്ട്, അപ്പുറത്തെ വീട്ടിൽ നിന്ന് തന്നതാട്ടോ. അപ്പോൾ അത് പുഴുങ്ങാന്നൊക്കെ ഞാൻ വിചാരിച്ചെങ്കിലും രാവിലെ കൈയൊന്നും ചോർന്നിരിക്കാൻ വയ്യാത്തതുകൊണ്ട് മാവെടുത്തങ്ങ് ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ, അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദോശ ചുട്ടുകൊണ്ട് നിൽക്കുകയാണ്. പാത്തുക്കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്ന് ഓടുന്നുണ്ട് കേട്ടോ. അതിന് സുഖമില്ല, വെള്ളമൊക്കെ കുടിക്കുന്നതാട്ടോ. വെള്ളം ചോദിച്ച് മേടിച്ച് കുടിക്കുന്നത്. അതിനിപ്പോൾ ഇൻഫെക്ഷൻ ഇടയ്ക്ക് പനിയൊക്കെ ആയിരുന്നല്ലോ, മരുന്നിൻ്റെ ചൂട് കൊണ്ട് വന്നതാണോ എന്നൊന്നും എനിക്കറിയാൻ വയ്യ. അപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഡോക്ടറെ ഒന്ന് കാണിക്കണമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ 2 ദിവസം കൊണ്ട് സ്കൂളിലും പോകുന്നില്ല. അതാണ് ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ ഒന്നും ഇപ്പോൾ കാണാത്തത് കേട്ടോ. പിന്നെന്താ ഇന്നൊരു റെസിപ്പിയും കൂടെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു. പപ്പടം വെച്ചിട്ടുള്ളൊരു റെസിപ്പിയും കൂടെ കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ദോശയ്ക്ക് കറി ഉരുളക്കിഴങ്ങും ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് നമ്മൾ കിഴങ്ങേറി വെക്കത്തില്ലേ, ആ കറിയാണ്. ആദ്യം ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടോ, വലുത് നോക്കിയിട്ട് എടുത്ത് ഞാൻ മുറിച്ച് നോക്കിയപ്പോഴത്തേക്കും അതിൽ മൊത്തം കേട് വന്നിട്ടിരിക്കുന്നു. കേടുവന്ന പൊട്ടറ്റോ അങ്ങനെ എടുക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ അതങ്ങ് കളഞ്ഞിട്ട് വേറെ ഒരെണ്ണം എടുത്ത് അതൊന്ന് കറിയാക്കാനായിട്ട് അടുപ്പിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നേ. കറിക്ക് ഉരുളക്കിഴങ്ങും ഒരു ഉള്ളിയും ഒരു പച്ചമുളകും കൂടെ കീറി കുറച്ച് കറിവേപ്പിലയും മഞ്ഞളും ഉപ്പും കൂടെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് തേങ്ങയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഗരം മസാല, വലിയ മസാലയുണ്ട്, പെരുംജീരകം ഉണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ട് ഒരല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് കറിയും കൂടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് താളിച്ചും കൂടെ ഒഴിച്ചപ്പോഴത്തേക്കും നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുതിയ പാത്തു പല്ലൊക്കെ തേച്ച് ഉഷാറൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. 2-3 ദിവസം കൊണ്ട് സ്കൂളിൽ പോകുന്നില്ല കേട്ടോ. സ്കൂളിൽ നിന്ന് കഴിഞ്ഞ ബുധനാഴ്ച ഒരു 12 മണിയൊക്കെ ആയപ്പോൾ ടീച്ചറെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയി പിന്നെ തിരിച്ച് വിളിച്ചുകൊണ്ട് വന്നു. പിന്നെ പോയതും ഇല്ലായിരുന്നു. വയറുവേദനയുണ്ട്, ചെറിയ വയറുവേദനയൊക്കെ ഉണ്ട്. അങ്ങനെ കാപ്പിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അരിയൊക്കെ അടുപ്പിലേക്ക് ഇട്ട് കേട്ടോ. പിന്നെ അവിടെ ആ സവോള വാരി വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ, മഴ ആയതുകൊണ്ട് മുറ്റത്തോട്ട് ഉണക്കാനും പറ്റുന്നില്ല. പാത്തു അതിൽ വെള്ളം എടുത്ത് ഒഴിച്ചു കേട്ടോ. അപ്പോൾ മൊത്തം നനഞ്ഞിരിക്കുക.
അങ്ങനെ വെയിലത്ത് വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് മുറത്തിലെല്ലാം വാരി ഇട്ടു. അപ്പം മഴയല്ലേ, അതുകൊണ്ട് ഞാൻ ഈ അടുപ്പിൻ്റെ ആ സൈഡിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തു. ചൂട് ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ മാറ്റി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അത് കഴിഞ്ഞു ഞാനും ഉമ്മായും കൂടെ കാപ്പി കുടിക്കാനായിട്ട് പോവാം കേട്ടോ. പാത്തുവിന് ഞാൻ അപ്പോൾ തന്നെ ചുടുന്ന സമയത്ത് തന്നെ മധുരദോശ വേണമെന്ന് പറഞ്ഞ് വന്നപ്പോഴത്തേക്കും കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇടയ്ക്ക് ആരോ കമൻറ്റ് ഇട്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കത്തില്ലേന്ന്. എന്നും ഉണ്ടാക്കാറുണ്ട്. ചില സമയങ്ങളിൽ വീഡിയോയിൽ കാണിക്കാറില്ല, ചില സമയങ്ങളിൽ വീഡിയോയിൽ കാണിക്കാറുണ്ട് കേട്ടോ. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരായിരിക്കാം. അതൊക്കെ കഴിഞ്ഞ് അരിയും അടുപ്പയിലേക്ക് ഇട്ടിട്ട് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. കാപ്പി പൊടിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് വന്ന് പാത്രമൊക്കെ കഴുകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. കുന്നോളം പാത്രമുണ്ട്. തലേന്ന് രാത്രി പിന്നെ പാത്രം കഴുകാനൊന്നും പറ്റിയില്ല. അത് കാരണം തന്നെ ഒരുപാട് പാത്രമുണ്ട്. ഇല്ലെങ്കിൽ ഞങ്ങൾ അപ്പോഴെപ്പോഴുള്ള പാത്രം കേട്ടോ, തോരനോ മെഴുക്കുരട്ടിയോ ഒക്കെ വെക്കുന്ന പാത്രങ്ങൾ വേറൊരു പാത്രത്തിൽ നിന്നും കരിപ്പാത്രത്തിൽ നിന്ന് മാറ്റും കേട്ടോ. എന്നിട്ട് വേറെ നമ്മൾ ചെറിയ ചെറിയ പാത്രങ്ങളുണ്ട്, അതിലൊക്കെ ഇട്ട് വെച്ചിട്ട് അപ്പോഴത്തന്നെ അതങ്ങ് കഴുകി വെക്കാറാ പതിവ്. ഇന്നലെ പിന്നെ അതിനൊന്നും മെനക്കെട്ടില്ല കേട്ടോ. ഇന്നലെ എനിക്കും നല്ല തലവേദനയും കൊച്ചിനും വയ്യാതിരിക്കുന്നു. പിന്നെ അതിൻ്റെയൊക്കെ പുറകിൽ ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് തന്നെ ഇന്നലെ പിന്നെ ഉള്ള ജോലികളൊക്കെ അവിടെ അങ്ങ് കിടക്കുമായിരുന്നേ. പിന്നെ ഉള്ളൊരു കമൻ്റ് ആയിരുന്നു കേട്ടോ, വീഡിയോ എടുക്കുമ്പം ഫാമിലി മൊത്തം കാണിക്കണേ, വീട്ടിലുള്ളവരെയൊക്കെ കാണിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാക്സിമം ഞാൻ കാണിച്ചിട്ടുണ്ടല്ലേ. പിന്നെ എടുത്തെടുത്ത് ഉമ്മാരുടെ അടുത്ത് മൊബൈൽ കൊണ്ടുപോയി വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഉമ്മച്ചി 2 ചീത്ത പറയുമെങ്കിൽ കുഴപ്പമില്ല എന്ന് വയ്ക്കാം. പക്ഷേ വാപ്പാരുടെ അടുത്ത് കൊണ്ടുപോയി ട്രൈപ്പോഡ് മൊബൈലെല്ലാം കൂടെ എടുത്ത് താഴെ അയ്യത്തോണ്ട് കളയും കേട്ടോ. ആ ഒരു സ്വഭാവമാണ് വാപ്പാടെ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. പിന്നെ അനിയത്തിയെ കാണിച്ചിട്ടുണ്ട്. ഇളയ അനിയത്തി വന്ന സമയത്ത് കാണിച്ചിട്ടില്ല കേട്ടോ. ചില ആളുകൾക്ക് വീഡിയോയുടെ മുമ്പിൽ വരാനായിട്ട് താല്പര്യം കാണത്തില്ലല്ലോ. അപ്പോൾ ഏറ്റവും ഇളയ അനിയത്തിക്ക് വീഡിയോയുടെ മുമ്പിൽ വരാനായിട്ട് താല്പര്യമില്ല, അതാണ് സത്യം. പിന്നെ ഇളയോളെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അവൾക്കും പിന്നെ വീഡിയോ ഞാൻ അവളെ എടുക്കുന്നതൊന്നും അവൾക്ക് ഇഷ്ടമല്ല. എന്നാലും തൂക്കുന്നതും വരുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഉമ്മായെ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ. പിന്നെ വാപ്പായെ അങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വാപ്പ കാണാതെയൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കാറ്. അല്ലാതെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ വാപ്പാടെ അടുത്ത് പോയി വീഡിയോ എടുക്കുന്നുണ്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വാപ്പ നമ്മുടെ ചാനലൊക്കെ അങ്ങ് പോകും കേട്ടോ. അതുകൊണ്ട് എനിക്ക് പേടിയാണ്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ചാനലുള്ളത് വാപ്പാക്ക് അറിയാം. വീഡിയോ എടുക്കാൻ ചെല്ലുന്നതിൽ താല്പര്യമില്ല കേട്ടോ. പിന്നെ ഇടയ്ക്കൊക്കെ കാണിക്കാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്താ, നമുക്ക് പിന്നെ എങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ കാണിക്കാം കേട്ടോ. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുമല്ലോ. അപ്പോൾ അപ്പോഴത്തെ മൈൻഡ് എങ്ങനെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് ചെയ്യാവേ. അപ്പോൾ ഇത് ചോദിച്ച ആൾ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെന്താ, പിന്നെ നമ്മളിതവിടെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും കേട്ടോ. പാത്രങ്ങളൊക്കെ കഴുകി അടുപ്പിൽ തിട്ടയൊക്കെ ഒന്ന് കഴുകി ഇറക്കിയിട്ടുണ്ടായിരുന്നു. മീൻ ചൂരക്കുട്ടി തന്നെയാണ് കേട്ടോ. നമുക്ക് 2-3 ദിവസമായിട്ട് കിട്ടുന്നത് ചൂരക്കുട്ടിയാണ്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ കറി അവിടെ ആക്കിയിട്ടുണ്ട്. അരച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അടുപ്പിലോട്ട് ആക്കിയില്ല, നമുക്ക് ഗ്യാസ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അടുപ്പിലേക്ക് വെക്കണം. കുറച്ച് പച്ച വിറവാട്ടോ, നല്ല ഉണങ്ങിയ വിറകല്ല നമ്മുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് പാടാണ് പാചകം ചെയ്ത് വരാൻ വേണ്ടിയൊക്കെ. അപ്പോൾ ഞാനിവിടെ കുറച്ച് പാവയ്ക്ക അരിഞ്ഞ് വെക്കുകയാണ് കേട്ടോ. ഇത് പിന്നെ മേടിച്ച പാവയ്ക്ക കേട്ടോ, പുറത്തുനിന്ന് മേടിച്ചതാണ്. നമ്മളിൽ നിന്നും കുറച്ച് പാവയ്ക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഒരു 5-6 ഉണ്ടായിരുന്നു. നമുക്ക് 2 നല്ലതായിട്ട് കിട്ടുള്ളൂ, ബാക്കിയെല്ലാം കേട് വന്നിട്ട് പോയി. എന്തോ പ്രാണികളൊക്കെ കുത്തിയിട്ടേ. നമ്മൾ കവർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, പേപ്പർ വെച്ച്. എന്നിട്ടും അത് നശിച്ചു പോയി. പിന്നെ അത് കിട്ടിയില്ല കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് നിപ്പുണ്ട്, അതിന് കിട്ടുമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ പാവയ്ക്ക ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഉള്ളിയും ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ തോരൻ വെക്കാനാട്ടോ. തോരനോ മെഴുക്കുവരട്ടോ എന്തെങ്കിലും വെക്കാം. പണി പാളി ഗൈസ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കറണ്ട് പോയി കേട്ടോ. കറണ്ട് പോയിട്ട് പിന്നെ എല്ലാ ജോലിയും കഴിഞ്ഞതിന് ശേഷമാണ് വന്നത്. അപ്പോഴത്തേക്കും പിന്നെ മെഴുക്കുവരട്ടി തന്നെ ശരണമെന്ന് വിചാരിച്ചിട്ട് മെഴുക്കുവരട്ടിയാക്കാമെന്ന് വിചാരിച്ചിട്ട്. അതാകുമ്പോൾ പിന്നെ അരക്കുകയും വെക്കുകയൊന്നും വേണ്ടല്ലോ. ശരിക്കും ഞാൻ തേങ്ങയൊക്കെ തിരുമ്മി ജാറിൽ പിന്നെ തേങ്ങയും ജീരകവും ഒക്കെ ഇട്ട് ഇങ്ങനെ വെച്ച സമയത്താണ് കറണ്ട് പോയത്. ഇനിയിപ്പോൾ അതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചട്ടി അടുപ്പിലേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. കടുകിട്ടെന്ന് തോന്നുമല്ലേ. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പാവയ്ക്കയും സവോളയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ കുറച്ച് വേവിന് വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് ഞാൻ വേവിക്കാറ്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തു. ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തത്. പിന്നെ ഞാൻ ഈ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാലും ജീരകം കുറച്ച് ചതച്ചിടാറുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ജീരകം ഇടുമ്പോൾ കുറച്ച് കയ്പ്പിന്, എനിക്ക് പാവയ്ക്കയുടെ കയ്പ്പ് ഇഷ്ടമാണ്. പക്ഷേ ആ കയ്പ്പിന് ഒന്നും ബാലൻസ് ചെയ്യാനോ ടേസ്റ്റിനൊരു വ്യത്യാസം വരാനോ കണ്ട് ജീരകം ഇടുമ്പോൾ എന്തോ കയ്പ്പ് നമ്മൾ അറിയത്തില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാവയ്ക്കയുടെ കയ്പ്പ്. ചില ആളുകൾക്ക് ഇഷ്ടമാണ്, ചിലർക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. എൻ്റെ മോൾക്ക് ഇഷ്ടമാണ് കേട്ടോ, വലിയ ഇഷ്ടമാണ് പാവയ്ക്ക.
അപ്പോൾ ഈ പാവയ്ക്ക് ഞാൻ അടച്ചു വെച്ചിട്ട് വേറൊരു പണിയും കൂടെ ചെയ്തിട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞില്ലേ ഇന്നൊരു സ്പെഷ്യലായിട്ടൊരു റെസിപ്പി ഉണ്ട് പപ്പടം വെച്ചിട്ടുള്ളൂ. അപ്പോൾ പപ്പടമൊക്കെ ഞാനൊന്ന് ചതുരം കണക്ക് നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പാവയ്ക്ക റെഡി ആയപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വറ്റിച്ച് വെള്ളമൊക്കെ ഒന്ന് ചിക്കി തോർത്തി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ റെസിപ്പി കാണിക്കാൻ പോവുകയാണേ. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ചതുരം കണക്ക് നമ്മൾ ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ടുള്ള പപ്പടം ഒന്ന് പൊരിച്ച് മാറ്റി വെക്കാം. എന്നിട്ട് പിന്നെ ഇതിന് ആവശ്യമുള്ളത് കൊച്ചുള്ളിയാണ് കേട്ടോ. കൊച്ചുള്ളി ഞാൻ വട്ടത്തിന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ മൂപ്പിക്കാനൊക്കെ എടുക്കത്തില്ലേ താളിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ കൊച്ചുള്ളി ഒന്ന് റൗണ്ടായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ തക്കാളി കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പപ്പടം പൊരിച്ച് മാറ്റി അതിലേക്ക് നമ്മളിതേ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 10-15 കൊച്ചുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. തീരെ ചെറുതായതുകൊണ്ട് കേട്ടോ അങ്ങനെ എടുത്തത്. പിന്നെ നമ്മൾ പപ്പടം എത്രത്തോളം കറിയുണ്ട് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഞാനൊരു 10-15 എടുത്തത് തീരെ ചെറിയ കൊച്ചുള്ളി ആയതുകൊണ്ടാണ് കേട്ടോ. കൊച്ചുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, കടുകൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഈ കറി ഞാൻ വെക്കുന്നത് 2ാമത്തെ പ്രാവശ്യം കേട്ടോ. ആദ്യത്തെ പ്രാവശ്യം ഞാൻ വെച്ചപ്പം അന്നത്തെ ദിവസം വീഡിയോ എടുത്ത് കാണത്തില്ല, എന്തോ ആണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതേ ഉള്ളി ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് ഒരു ചെറിയ തക്കാളി, ഒരു കുഞ്ഞു തക്കാളിയായിരുന്നു കേട്ടോ, അതും കൂടി ഒന്ന് അരിഞ്ഞ് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, അളവ് പറയാനാണെങ്കിൽ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി എടുത്തപ്പോഴേ അതിൽ നിന്ന് ഇരട്ടി എടുക്കണം മല്ലിപ്പൊടി കുറച്ച് അധികം ഇരിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. അപ്പോൾ ഞാൻ മല്ലിപ്പൊടി അതിന് ഇരട്ടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ആ എണ്ണയിലും ആ തക്കാളിയിലൊക്കെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം കേട്ടോ. എന്നിട്ട് ആ എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞ് വരത്തില്ലേ, ആ ഒരു പരുവം ആകുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് ചാറ് എത്ര വേണം അതിനനുസരിച്ചിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാവേ. ഞാനങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, കാരണം നമ്മുടെ പപ്പടത്തിൽ ഉപ്പുള്ളതാണ്, അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി, പിന്നെ വേണേലിടാം. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് വറ്റി വരുന്ന സമയത്ത്, ചെറുതായിട്ടൊന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മൾ പൊരിച്ചെടുത്തിട്ടുള്ള പപ്പടവും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പപ്പടം പൊടിയോ അങ്ങനെയൊന്നും ടെൻഷൻ അടിക്കേണ്ട. പപ്പടം വെള്ളത്തിൽ വീഴുമ്പോൾ എങ്ങനെയാണ് അതുപോലെ ഒന്ന് സോഫ്റ്റ് ആവും കേട്ടോ, അത്രയേ ഉള്ളൂ. പിന്നെ ഈ കറി ഞാൻ പറയുകയാണെങ്കിൽ ചൂടോടുകൂടി നല്ല ചൂടോടുകൂടി കഴിക്കാനായിട്ടോ നല്ലത്. തണുത്ത് പോയി കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റായിട്ട് നമുക്ക് തോന്നില്ല. പക്ഷേ ചൂടോടുകൂടി കഴിക്കാൻ ഇതിൽ പരം ഇല്ലാത്തൊരു കറി ഇല്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് മക്കൾക്കൊക്കെ വേണമെങ്കിൽ സ്കൂളിലൊക്കെ കൊടുത്തു വിടാൻ സൂപ്പറാണ്. അപ്പോൾ അതിന് വലിയ ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ കറിയുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ആഫ്രിക്കൻ മല്ലി ഉണ്ടായിരുന്നുള്ളൂ. മഴ ആയതുകൊണ്ട് പിന്നെ ഞാൻ മെനക്കെടാനായിട്ട് ഇറങ്ങിയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ളൊരു കറി. ഞാനത് ഇൻസ്റ്റഗ്രാമിൽ കണ്ട സമയത്ത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഞാൻ വിചാരിച്ച കൊള്ളത്തില്ലായിരിക്കുമെന്ന്, പക്ഷേ നല്ല സൂപ്പർ സാധനമാണ്. ഇത് മാത്രം മതി കേട്ടോ നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതേ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് രാവിലെ ഞാൻ വെച്ചതാണ് മീൻകറി. അപ്പോൾ അതും കൂട്ടി, അതുപോലെ നമ്മുടെ മെഴുക്കുരട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ കൂട്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് അങ്ങോട്ട് കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഭയങ്കര മഴയായിരുന്നു കേട്ടോ. നേരത്തെ ചാറ്റിലായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയ സമയത്തൊക്കെ നല്ല ചാറ്റലുണ്ടായിരുന്നു. ഇപ്പോഴത്തേക്കും മഴ അങ്ങ് ഉറച്ചു, നല്ല രീതിയിൽ ഉറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കടയിലൊക്കെ പോയിട്ട് വന്നപ്പോൾ നനഞ്ഞ് ഊറ്റിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ആയിരുന്നേ, വന്നപ്പോഴത്തേക്കും ഭയങ്കര മഴ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ ആദ്യമായി നമ്മുടെ ചാനലൊക്കെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ അടുത്താണ് കേട്ടോ പറയുന്നത്. എന്നും ഈ പറയുന്നത് എന്താണെന്ന് വിചാരിക്കേണ്ട. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ദയവായി ചാനൽ, നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ വെറുതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാര്യമില്ല, ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ടാറ്റാ.